എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24 അധ്യായം 1 യെശയ്യാവ് 24:1. യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. മരുഭൂമിയും വരണ്ട നിലവും ശൂന്യ പ്രദേശവും. ഈ ഒരു പ്രയോഗം പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും യിരെമ്യാവ്, ഹോശയ്യ എന്നീ പ്രവാചക പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവവചനം ആദ്യോടന്തം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. അതായത് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതമായ പദ്ധതിയിൽ ഒരിക്കലും ഒരു മരുഭൂമി ഉണ്ടായിരുന്നില്ല എന്ന കാഴ്ചപ്പാട്. ശാപം കാരണമോ ശിക്ഷ കാരണമോ ആണ് മരുഭൂമിയും ശൂന്യപ്രദേശവും ഉണ്ടായത് എന്ന് പ്രവാചകന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യപ്രദേശവുമാക്കി കീഴ്മേൽ മറിക്കും, അതിലെ നിവാസികളെ ചിതറിക്കും. തുടർന്നുള്ള ഭാഗത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ആരെല്ലാമാണ് ഇതിൻ്റെ ഒരു ഫലം, നിഷ്പ്രയോജനതയുടെ ഫലം അനുഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും മരുഭൂമിയുടെ അനുഭവം ദൈവത്തിൻ്റെ പദ്ധതിയേ അല്ല. ഇത് ആത്മീയമായ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അവസ്ഥയെ കുറിക്കുന്ന വാക്കുകളാണ്. വരൾച്ച എന്നത് ദൈവിക പദ്ധതി അല്ല. ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നത് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കും. ദൈവം തണുപ്പിക്കുന്ന ദൈവവും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന ദൈവവുമാണ്. നനവുള്ള തോട്ടം പോലെ ഒരു ദൈവ പൈതൽ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായത്തിൽ അങ്ങനെ വായിക്കും. ദൈവാനുഗ്രഹമുള്ളവർ ആറ്റരികത്ത് നട്ട വൃക്ഷം പോലെ എന്ന് സങ്കീർത്തനം 1 വായിക്കുന്നു. നമ്മുടെ ജീവിതങ്ങൾ അനേകരെ തണുപ്പിക്കുന്നതും തഴച്ച് വളരുന്നതുമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? മരുഭൂമിയുടെ അവസ്ഥയാണോ സമൃദ്ധിയുടെ അവസ്ഥയാണോ? സമൃദ്ധി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ആഡംബരങ്ങളും സുഖലോലുപതകളുമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഫലകരമായ ജീവിതമാണോ എന്നതാണ്. മരുഭൂമിയും വരണ്ട നിലവും ശൂന്യപ്രദേശവും ദൈവത്തിൻ്റെ ശാപമോ ശിക്ഷയോ ആണെന്നുള്ളതിന് ഒരുപാട് വാക്യങ്ങളുണ്ട്. ഉറപ്പുള്ള പട്ടണം ഏകാന്തവും മരുഭൂമി പോലെ നിർജ്ജനവും ശൂന്യവുമായിരിക്കുമെന്ന് 27 അധ്യായത്തിൽ വായിക്കുന്നു. ശാരോൻ മരുഭൂമി പോലെ ആയിരിക്കും. മനോഹരമായ പനിനീർ പുഷ്പത്തിന് പേരുകേട്ട സ്ഥലമാണ് ശാരോൻ. എന്നാൽ ഇന്നത്തെ അവസ്ഥ മരുഭൂമിയുടെ അവസ്ഥയാണ്. മരുഭൂമിയും വരണ്ട നിലവും പോലെയാക്കി എന്ന് ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 2 അധ്യായത്തിൽ വായിക്കുന്നു. ദേശത്തെ പാഴും ശൂന്യവുമാക്കി. ഒരു കാലത്ത് ജലം ലഭിച്ച ഭൂമി ക്രമേണ വരണ്ടുപോയി. ലഭിച്ച ജലം ഉപയോഗിക്കാതെ ഭൂമിയുടെ ആഴത്തിലേക്ക് താണ് മുകൾ ഭാഗം മുഴുവൻ വിണ്ടുകീറി വരണ്ട നിലമായി. നട്ടിട്ടും ഫലമില്ല, അല്പാൽപ്പം നനച്ചിട്ടും ഫലമില്ല. വീണ്ടും കീറിയ വയൽ ഫലവത്താക്കണമെങ്കിൽ മുഴുവൻ ഉഴുതുമറിച്ച് പേമാരി തന്നെ പെയ്യണം. അതുപോലെ അനേക ജീവിതങ്ങളിൽ ലഭിച്ച പ്രകാശം ഒട്ടും ഉപയോഗിക്കാതെ ഉണങ്ങി വരേണ്ട അനുഭവത്തിലായിപ്പോയി. വീണ്ടും തളിർക്കണമെങ്കിൽ അവയ്ക്ക് ആത്മമാരിയുടെ സ്പർശം അനിവാര്യമാണ്. മരുഭൂമിയിൽ ചൂടിൻ്റെയും തണുപ്പിൻ്റെയും ഘോരകാഠിന്യമുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഊഷരമായി പോയി. മുൾച്ചെടികൾ മാത്രമേ മരുഭൂമിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഒരുത്തർക്കും പ്രയോജനമില്ലാത്ത ഈ ചെടികൾ പിടിച്ചാൽ കൈമുറിയും, തണലുമില്ല. ഇതുപോലെയുള്ള ധാരാളം ജീവിതങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. നിർജ്ജന പ്രദേശം, മനുഷ്യരാരും പാർക്കാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലമാണ്. ദുഷ്ടമൃഗങ്ങളും വിഷപ്പാമ്പുകളും യഥേഷ്ടം വിഹരിക്കുന്ന ഈ സ്ഥലം ഒരാശ്വാസവും പ്രത്യാശയും നമുക്ക് നൽകുന്നതല്ല. വളരെ ഭയപ്പെടുന്ന അന്തരീക്ഷമാണ്. ഇന്നത്തെ ചില ജീവിതങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു യഥാസ്ഥാനവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു.
പുതിയ അവസ്ഥ മനോഹരമായതും തഴച്ചു വളരുന്നതും നയനാനന്ദവുമായിരിക്കും. പഴയ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഈ അവസ്ഥയിൽ എത്തിയെന്ന് സകലരും അത്ഭുതപ്പെടത്തക്കവണ്ണം പ്രവർത്തിക്കാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. മരുഭൂമി ഉദ്യാനമായി തീരും. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം നിർജ്ജന പ്രദേശമായിരിക്കും. ആത്മാവിനെ പകരുന്നത് ജീവിതങ്ങളുടെ മേലാണെന്ന് സംശയമില്ല. അതുകൊണ്ട് ദൈവം അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുന്നത് തൻ്റെ ആത്മാവിനെ പകരുന്നത് കൊണ്ടാണ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, തൻ്റെ ആത്മാവിനാലാണ് ദൈവം ഇതൊക്കെ നടത്തുന്നത് എന്ന് നമ്മെ പ്രവചന പുസ്തകം ഓർമ്മിപ്പിക്കുന്നു. ഉണങ്ങിയ അസ്ഥികൾ ജീവിച്ചെഴുന്നേറ്റൊരു മഹാസൈന്യമായി നിലകൊണ്ടത് ദൈവാത്മാവും ദൈവവചനവും ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് എന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഊഷരതയുടെ അനുഭവമാണെങ്കിൽ അതിനെ ഒന്ന് സമൃദ്ധമായി ഫലകരമായി മാറ്റാൻ ദൈവത്തോട് യാചിക്കാം. നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഒന്ന് ഉഴുതുമറിച്ച് വീണ്ടും മഴ പെയ്ത് നന്നായി വരുന്ന ഭൂമി പോലെയാകട്ടെ നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതം. ദൈവകരങ്ങളിൽ ഒന്ന് വീണ്ടും ശുദ്ധീകരിച്ച് ഫലകരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ കർത്താവേ, ഞങ്ങളെ വീണ്ടും ഫലകരമാക്കി അവിടുന്ന് തീർക്കണമേ. ഒരുപാട് ഊഷര അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. മുൾപടർപ്പുകളുടെ ഇടയിൽ നിൽക്കുന്നത് പോലെയുള്ള അനുഭവങ്ങളുണ്ട്. കർത്താവ്, ഞങ്ങളെ വീണ്ടും ഫലകരമാക്കണമേ, ആകർഷണീയതയുള്ളതാക്കണമേ, പ്രയോജനകരമുള്ളതാക്കണമേ. ഇന്നത്തെ പകൽക്കാലം, പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപ കൂടെയിരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരുതലിലും കൃപയിലും അവിടുന്ന് വഴി നടത്തിക്കൊള്ളണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും നമ്മോടും നമ്മുടെ ആവശ്യങ്ങളോടുകൂടെ ഇപ്പോഴും നന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.